താവളത്തിലേക്ക്. നമ്മുടെ താവളത്തിലെ രഹസ്യം ചോർത്തിയെടുക്കാൻ വന്ന ചാരസ്ത്രീ അല്ല ഇവരെന്ന് ആരറിഞ്ഞു? നിങ്ങളാണ് ഇതിന് തലവനെന്ന് തോന്നുന്നു. ദയവ് ചെയ്തൊരു ഉപകാരം ചെയ്തു തരാമോ? ഞങ്ങൾ പാവങ്ങള. ഇവൾ ഞങ്ങളുടെ ഒരേ ഒരു മകള. ഇവളുടെ വിവാഹം നടന്നു കാണാൻ വേണ്ടി നാട് മുഴുക്ക തെണ്ടി കയ്യിൽ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുകയായിരുന്നു. ഇവളുടെ ഞങ്ങളുടെ എല്ലാ ആശകളും നിങ്ങൾ തകർത്തു. കല്യാണം കഴിയാത്ത ഈ പെണ്ണിനെ കണ്ടിട്ട് കണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ദയവ് ചെയ്ത് ഞങ്ങളെയൊക്കെ കൊല്ലു. അങ്ങേക്ക് പുണ്യം കിട്ടും. കാലിന് വേണ്ടി ചോദിക്കുകയാണ്. ഞങ്ങളെയൊക്കെ കൊല്ലു. എന്തിനാ കുഞ്ഞെ നിന്റെ കണ്ണു നിറയുന്നത്? തിരിച്ചും കൊണ്ട് മനുഷ്യനെ കൊല്ലുന്നവനല്ലേ നീ കരയുന്നോ? കൊള്ളക്കാരനാണെങ്കിലും മനുഷ്യനാണ് ഞാൻ. ഇന്നെന്റെ കണ്ണു തുറന്നു. നല്ലതും ചീത്തയും എനിക്ക് കാണാൻ കഴിയും. ഈ കുഞ്ഞിപ്പെങ്ങളുടെ മൂർധാവിൽ കൈവച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി ഒരിക്കലും ഞാൻ പാവങ്ങളെ കൊള്ളയടിക്കില്ല. ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ആഭരണങ്ങൾ അവരുടെ വണ്ടികളിൽ വെക്കില്ല. നമ്മുടെ കയ്യിലുള്ള ആഭരണങ്ങൾ ഇവൾക്ക് സമ്മാനമായി കൊടുക്കില്ല. നിങ്ങളെ ഞങ്ങൾ ഗുരുവായൂർ അടത്തിൽ കൊണ്ടുവന്ന് വിടാം. വരും. നിശ്ചയത്തിന് മാറ്റമില്ല. ഇല്ല. നമ്മുടെ ആളുകളെ ഞാൻ പോറ്റും. പാവങ്ങളെ കൊള്ളയടിച്ചല്ല, പണക്കാരെ പിഴിഞ്ഞെടുത്ത് പൂഴ്ത്തിവെപ്പുകാരിൽ നിന്നും പിടിച്ചെടുത്ത് ഖജാനാവുകൾ കുത്തിത്തുറന്ന് ആ പണം ഞാൻ സാധുക്കൾക്കായി വീതിക്കും. ഉള്ളവരിൽ നിന്നും കവർന്നെടുത്ത് ഇല്ലാത്തവന് ഞാൻ കൊടുക്കും. ഇത് സത്യം. കൂടെ ഞാനും ഉണ്ട് നായൻ ചേട്ടാ. ഞങ്ങൾ അനുഗ്രഹിക്കും. ഒന്ന് വിശ്രമിക്കണം, അന്തി ഉറങ്ങണം. നാടും വീടും പേരും കുറിച്ചോ? അതിന്റെ വഴി പോലെ നടക്കും. പറഞ്ഞോളൂ. പേര് നാടോടി. ഞാൻ നടുവോടി എന്ന അടിയോടി. നല്ല പേരിനൊക്കെ സ്വരൂപവും. പിന്നെ വഴി നോക്കട്ടെ. സത്രത്തിലും കൈമടക്കും.